അങ്ങനെ ഞാൻ ധാരാവിയിൽ പോയി ബളരാജൻ്റെ കൂടെ 5 ദിവസം താമസിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എയർ കണ്ടീഷൻഡ് ചാള, ധാരാവിയിൽ മുഴുവൻ ചാളകളാണ്. ആ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ചാളയിൽ ഏതാണ്ട് 32 അടി ഉയരത്തിൽ ഒരു ആൻറ്റിന വെച്ച് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഈ സ്മാർട്ട് ഫോണിലെ ആൻഡ്രോയിഡ് ആപ്പും ഐപാഡ് ആപ്പൊക്കെ, ഐപാഡ് ആപ്പ് 9 മാസം കൊണ്ട് 100 കോടി ആൾക്കാരിലേക്ക്, 1 ബില്യൺ യൂസേഴ്സ്. അപ്പം അങ്ങനെ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി ഏതാണ്ട് 32,000 സോഷ്യൽ മീഡിയയിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയാണ്. ഈ വിഷയത്തിൻ്റെ ടൈറ്റിൽ മാധ്യമങ്ങളും യുവജനങ്ങളും പുതിയ കാലം എന്ന് പറയുന്ന സമയത്ത് വളരെ വലിയ വ്യാപ്തി കൂടിയ ഒരു സംഭവമാണ്. ഇത് മാത്രമല്ല, ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയത് ഇത് ഏതാണ്ട് 100ഓളം യുവാക്കൾ, അതും പല പ്രായ പരിധികളിൽപ്പെട്ട യുവാക്കൾ അടങ്ങുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ മാധ്യമങ്ങൾ, യുവജനങ്ങൾ, പുതിയ കാലം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിനെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രായപരിധിയിൽപ്പെട്ടിട്ടുള്ള വ്യത്യസ്തത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെയും കൂടെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നരേറ്റീവിനെ പറ്റി ആലോചിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മളൊരു ഇൻ്ററാക്റ്റീവ് സെഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ അതിന് മറുപടി പറയാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. അപ്പം അതിന് സംഘടിതമായിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഇവിടെ 15-നും 25-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാർ കൈവട്ടിക്കും. ഓക്കെ, കൂടുതലും അവരാണ് അല്ലേ? 15-നും 25-നും ഇടയിലുള്ള ആൾക്കാർ. 25-നും 35-നും ഇടയിലുള്ള ആൾക്കാർ കൈവട്ടിക്കും. 25-കാർ കുത്തിക്കണ്ട കേട്ടോ, 25-ന് ശേഷമുള്ള ആൾക്കാർ കുത്തിച്ചാൽ മതി. രണ്ടിലും ആൾക്കാർ കൈവത്തിക്കുന്ന സംശയം ഉണ്ടെങ്കിൽ 15-നും 25-നും രണ്ടിനും പൊന്നിച്ച ആൾക്കാരുണ്ടോ? രണ്ടിനും കൈവന്നിച്ച ആൾക്കാരുണ്ടോ? 35-ന് മോഡിലുള്ള ആൾക്കാർ. ഓക്കെ. അപ്പോൾ ഈ പുതിയ കാലത്തെ മാധ്യമങ്ങളെ പറ്റി പറയുന്ന സമയത്ത് ഈ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും മാധ്യമങ്ങളും യുവാക്കളും എന്ന് പറയുന്ന സമയത്ത്. ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ജീസസ് ആൻഡ് മേരി കോളേജിലെ വിദ്യാർത്ഥികളെ ഒരു മീഡിയ അവയർനെസ് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. മുഴുവൻ പെൺകുട്ടികൾ മാത്രമുള്ള ഒരു ക്ലാസ്സാണ്. അപ്പം ഞാൻ അവിടെ ഒരു 50 കുട്ടികളുമായിട്ട് ഇടപഴകുകയാണ്. അപ്പോൾ അവരോട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, നിങ്ങളിൽ എത്ര ആൾക്കാർ പത്രം വായിക്കുന്ന ആൾക്കാരുണ്ട്? അതേ ചോദ്യം നിങ്ങളോട് ചോദിക്കണം, എത്ര ആൾക്കാർ പത്രം വായിക്കുന്ന ആൾക്കാരുണ്ട്? എന്താണ് വളരെ കൂടുതലാണല്ലോ. അത് ഒരുപക്ഷെ കേരളമൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും കൂടുതൽ പത്രം വായിക്കുന്നത്. ആ കൂട്ടത്തിൽ 2 കുട്ടികൾ, ഈ 50 കുട്ടികളിൽ 2 കുട്ടികൾ മാത്രമാണ് പത്രം വായിക്കുന്ന ആൾക്കാർ. ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്കാരെ ചോദിച്ചിട്ടോ, അല്ലാതെ വാർത്തകൾ മറ്റ് മൊബൈലിലോ അതിലൊന്നും വഴി എടുക്കുന്ന ആളല്ല. പത്രം വായിക്കുന്ന ആൾക്കാരൊക്കെയാണ് നിങ്ങളെല്ലാവരും. ആണ്, ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്കാരാണ്. മാതൃഭൂമി, മനോരമ, ദേശാഭിമാനിയൊക്കെ വായിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ആണല്ലോ. ഓക്കെ. അപ്പൊ അങ്ങനെ ഈ പത്രം വായനയിലൂടെ ലോകത്തെ അറിയുന്ന സമൂഹം സത്യത്തിൽ
പുതിയ കാലത്ത് ഒരു 40 വയസ്സിനപ്പുറത്തുള്ള ആൾക്കാരാണ് സാധാരണഗതിയിൽ പത്രം വായനയിലൂടെ ലോകത്തെ അറിയുന്ന ആൾക്കാർ. അവർക്കൊരു പേരുണ്ട്. ഈ ഡിജിറ്റൽ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഒരു പേരുണ്ട്. ആർക്കറിയാം? ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന, നമ്മൾ ഡിജിറ്റൽ ലോകത്താണല്ലോ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഡിജിറ്റൽ ലോകവുമായിട്ട് സംവേദനം ചെയ്യുന്ന ആൾക്കാരുടെ ക്ലാസിഫിക്കേഷൻ്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇവിടെ ശാസ്ത്രം പഠിക്കുന്ന, ഇൻഫർമേഷൻ ടെക്നോളജി പഠിക്കുന്ന, ശാസ്ത്രത്തിൻ്റെ ഏതെങ്കിലും രൂപങ്ങൾ, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചു. സയൻസ് പഠിക്കുന്ന ആൾക്കാർ, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ആൾക്കാരാണോ കൂടുതൽ? ആണോ? എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണോ കൂടുതൽ? ഒന്നും കേൾക്കണില്ല. ആണ്. ഓക്കെ. അപ്പോൾ ഈ ഡിജിറ്റൽ രംഗത്ത് എക്കണോമിക്സ് പഠിക്കുന്ന ആൾക്കാരായാലും ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ, അവരുടെ പ്രായപരിധി സാധാരണ പറയുന്നത് 10 മുതൽ 25 വയസ്സ് വരെയുള്ള ആൾക്കാർ. അവരുടെ ക്ലാസിഫിക്കേഷനിൽ പറയുന്ന പേര് ഡിജിറ്റൽ നേറ്റീവ്സ്. എന്താണ് ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഡിജിറ്റൽ ലോകത്തുള്ള അവിടുത്തെ യഥാർത്ഥ, അവിടെ തന്നെ ജനിച്ചു വീണിട്ടുള്ള ആൾക്കാർ. ഈ 25 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നത്, അവർ അങ്ങനെയുള്ള ആ പ്രായത്തിലുള്ള ആൾക്കാർ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായിട്ട് പരിചയപ്പെടുകയും അതുമായിട്ട് കൂടുതൽ ഇടപഴകുകയും അതിനെ സ്വന്തം ജീവിതത്തിൽ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന വാക്കാണ് ഡിജിറ്റൽ ഇമിഗ്രൻസ്. എന്താണ് ഡിജിറ്റൽ ഇമിഗ്രൻസ്? ഇമിഗ്രൻസ് എന്ന് അറിയില്ലേ? കുടിയേറി പാർക്കുന്നവർ. ഡിജിറ്റൽ ലോകത്തേക്ക് കുടിയേറി പാർക്കുന്ന ആൾക്കാരാണ് ഈ സാധാരണഗതിയിൽ 25 വയസ്സിനും 55 വയസ്സിനും ഇടയുള്ള ആൾക്കാർ. അത് ചിലപ്പോൾ എന്നെ പോലെ 65 വയസ്സും 70 വയസ്സുള്ള ആൾക്കാരും ചിലപ്പോൾ ആവാം. എന്താ വെച്ചാൽ ഈ ഡിജിറ്റൽ ഇമിഗ്രൻസിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഈ ഡിജിറ്റൽ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാർ, അവരാണ് ഡിജിറ്റൽ ഏലിയൻസ്. ഡിജിറ്റൽ ഏലിയൻസ്, ഡിജിറ്റൽ ലോകവുമായിട്ട് അന്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഈ ഒരു ബ്രോഡ് കാറ്റഗറൈസേഷൻ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പുതിയ കാലത്തെ മാധ്യമങ്ങളെ പറ്റി സംസാരിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ മാധ്യമ പ്രവർത്തനം ആരംഭിച്ചിട്ട് 41 കൊല്ലമായെന്ന് ഇവിടെ പറഞ്ഞു. 1983 ഓഗസ്റ്റിലാണ് ഞാൻ ഈ പണി ആരംഭിക്കുന്നത്. 1983 ഓഗസ്റ്റിൽ ഈ പണി ആരംഭിക്കുന്ന സമയത്ത് അന്ന് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമം രംഗത്ത് നിലനിന്നിരുന്ന ഒരേ ഒരു ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള യന്ത്രം ഇന്ത്യയിൽ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമല്ല, ഇന്ത്യയിൽ 1983 ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV മാത്രമാണ് ഉണ്ടായിരുന്നത്. അതും എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉണ്ടായിരുന്നത് ചില പാർക്കുകളിൽ, ചില വീടുകളിൽ, ചില പ്രധാനപ്പെട്ട ലൈബ്രറികളിൽ. നിയമഭാഷ കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. നമ്മളൊക്കെ 1984 ഒളിമ്പിക്സിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് കളർ TV ഇന്ത്യയിൽ വരുന്നത്. ആ ഒളിമ്പിക്സിൻ്റെ സമയത്ത് കളർ TVയിൽ കൂടെ അത് കാണാൻ വേണ്ടിയിട്ട് പലപ്പോഴും പാർക്കിലും അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് നമുക്ക് ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന വലിയ ഒരു മാറ്റമുണ്ട്. അതാണ് ഈ ഡിജിറ്റൽ നേറ്റീവ്സ് മുതൽ ഡിജിറ്റൽ ഇമിഗ്രൻസിലേക്കും പിന്നീട് ഡിജിറ്റൽ ഏലിയൻസിലേക്കും നമ്മൾ പോയി കാണുന്ന ഈ ഒരു സ്ഥിതിവിശേഷത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ 83 പണി ആരംഭിക്കുന്ന സമയത്ത് റേഡിയോ ഉണ്ടായിരുന്നു, ആകാശവാണി ഉണ്ടായിരുന്നു, ദൂരദർശൻ ഉണ്ടായിരുന്നു. ടെലിവിഷനിൽ ദൂരദർശനാണ് പ്രധാനമായിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് വിദേശ ചാനലുകൾ ഞാൻ
ടെലിവിഷനിൽ കാണുന്നത്. ആ സമയത്ത് ഇന്ത്യയിൽ ദൂരദർശൻ മാത്രമാണ് കിട്ടുന്നത്. ഞാൻ 1984 നവംബർ മാസം ബോംബെയിൽ പ്രസിദ്ധമായ ഒരു ചേരിയുണ്ട്. ആർക്കറിയാം? ധാരാ. അപ്പോൾ ധാരാവിയിൽ അവിടെ ആ സമയത്ത് കൊലകുത്തി വാണിരുന്ന 2 വലിയ മാഫിയ നേതാക്കന്മാരിൽ ഒരാളെ പേര് സിനിമയൊക്കെ വന്നിട്ടുണ്ട്. ആരാണ്? കേൾക്കില്ല. സദാം ഹുസൈനോ? 80കളിൽ ധാരാവിയിൽ ഉണ്ടായിരുന്ന വലിയ ദാതയായിരുന്നു. അയാളുടെ പേരിലാണ് കമലഹാസൻ നായകൻ എന്ന് പറഞ്ഞ സിനിമ എടുത്തത്. അതിൽ നായകന്റെ പേര് വരദരാജ മുതലിയാർ എന്നാണ്. പിന്നെ ആ സമയത്ത് വളർന്നു വന്നുകൊണ്ടിരുന്ന 2 വലിയ ദാതമാരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ പേര് ചോട്ടാ രാജൻ എന്നും മറ്റൊരാളുടെ പേര് ദാവൂദ് ഇബ്രാഹിം എന്നുമായിരുന്നു. പക്ഷേ ഈ വരദരാജ മുതലിയാർ കൂടാതെ വേറെ ഒരു വലിയ ദാത അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് ബഡാരാജൻ. നമ്മുടെ കണ്ണൂക്കാരൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും കല്യാശ്ശേരി ഭാഗത്തുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ്. ബഡാരാജൻ അവിടുത്തെ ചോട്ടാരാജൻ്റെ ഗുരുവായിരുന്നു. വരദരാജ മുതലിയുമായിട്ട് എടുത്തടിച്ച് നിൽക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മൂപ്പരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന വേറെ ഒരു രാജനുമായിട്ട് ഞാൻ വലിയ ലോകയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ മാഫിയകൾ എങ്ങനെയാണ് പണിയെടുക്കുന്നതെന്നൊക്കെ അറിഞ്ഞാൽ കൊള്ളാം. അപ്പം ഞാൻ കാസർഗോഡ് ദേശാഭിമാനിയുടെ ലേഖകനായിട്ട് പണിയെടുക്കുന്ന കാര്യമാണ്. മൂപ്പര് പറഞ്ഞു, നോക്കാം, നമുക്ക് ബഡരാജന് സംസാരിച്ചിട്ട് നിങ്ങൾ ധാരാവിയിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് കുറച്ച് കാണിക്കാം. അങ്ങനെ ഞാൻ ധാരാവിയിൽ പോയി ബഡരാജൻ്റെ കൂടെ 5 ദിവസം താമസിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എയർ കണ്ടീഷൻഡ് ചാള, ധാരാവിയിൽ മുഴുവൻ ചാളകളാണ്. ആ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ചാളയിൽ ഏതാണ്ട് 32 അടി ഉയരത്തിൽ ഒരു ആൻറ്റിന വെച്ചു. ആ ആൻറ്റിനയിൽ കൂടി അദ്ദേഹം ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് ചാനലുകളിൽ അദ്ദേഹത്തിന് റിസീവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അത് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഉള്ള സ്ഥിതിവിശേഷവും ഇപ്പോഴത്തെ സ്ഥിതിവിശേഷവും തമ്മിൽ താരതമ്യപ്പെടുത്താനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വികസിതമായിട്ടുള്ള സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള മാധ്യമം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ ആയിരുന്നു. 83 റേഡിയോ ഉണ്ടായിരുന്നു. ഇനി ഞാൻ 2012 BBC നടത്തിയ ഒരു പഠനത്തിൻ്റെ കണക്ക് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഡിജിറ്റൽ ഏലിയൻസിൻ്റെ ലോകത്തിൽ നിന്ന് ഡിജിറ്റൽ നേറ്റീവ്സിൻ്റെ ലോകത്തിലേക്ക് ലോകം മാറുന്ന സമയത്ത്, മനുഷ്യർ മാറുന്ന സമയത്ത്, അതോടൊപ്പം പുറത്ത് മാധ്യമ രംഗത്ത് സാങ്കേതിക വിദ്യയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളിലേക്കും കൂടെ വിരൽ ചൂണ്ടാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ BBC പഠനത്തിൽ റേഡിയോ മുതൽ ഐഫോൺ ആപ്സ് വരെയുള്ള കാര്യങ്ങളെ 2012 BBC പഠനത്തിന് വിധേയമാക്കി. വളരെ രസകരമായൊരു പഠനമാണ്. BBC പറഞ്ഞത് 50 മില്യൺ കേൾവിക്കാർ, 50 മില്യൺ എത്രയാ ഇന്ത്യൻ കണക്കിൽ? 50 മില്യൺ എത്രയാ? 5 കോടി. 5 കോടി ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് റേഡിയോ 38 വർഷം എടുത്തു. 5 കോടി കേൾവിക്കാരിലേക്ക് റേഡിയോ എത്താൻ വേണ്ടി 38 വർഷം എടുത്തു. അതേസമയം ടെലിവിഷൻ 5 കോടി കാഴ്ചക്കാരിലേക്ക് എത്താൻ അത് 13 വർഷം എടുത്തു. പിന്നെയാണ് ഇൻ്റർനെറ്റ് വരുന്നത്. ഇൻ്റർനെറ്റ് 5 കോടി ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി കേവലം 4 വർഷം മാത്രമാണ് എടുത്തത്.
പിന്നെ നിങ്ങളുടെ തലമുറയിൽപ്പെട്ടിട്ടുള്ള ഭൂരിപക്ഷം ആൾക്കാർക്കും പരിചയമില്ലാത്ത, എന്നാൽ ഗംഗാമാഷ്ക്കും എനിക്കും പഠിക്കുന്ന മറ്റു ചില ആൾക്കാർക്കൊക്കെ അറിയുന്ന ഒരു യന്ത്രമുണ്ട്, ഐപോഡ്. ഐപോഡ് എന്നാരും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഐപോഡ്? ഉണ്ടോ? കണ്ട ആൾക്കാർ കൈവന്നിക്കും. ഐപോഡ് കണ്ട ആൾക്കാർ കുറവായിരിക്കും നിങ്ങളുടെ ജനറേഷനിൽ. ഐപോഡ് പാട്ട് കേൾക്കാനുള്ള ഒരു യന്ത്രമായിരുന്നു, പാട്ട് കേൾക്കാൻ മാത്രം. ഫോണിൻ്റെയൊക്കെ രൂപത്തിലാണ്, പക്ഷെ പാട്ട് കേൾക്കാനുള്ള ഒരു ഉപകരണമായിരുന്നു. ഈ ഐപോഡ് 5 കോടി ആൾക്കാരിലേക്ക് വെറും 3 വർഷം കൊണ്ടെത്തി. പിന്നെയാണ് ഫേസ്ബുക്ക് വരുന്നത്. ഫേസ്ബുക്ക് 9 മാസം കൊണ്ട് 10 കോടി ആൾക്കാരിലേക്ക്. ഇന്ന് ഫേസ്ബുക്ക് ലോകത്ത് ഉപയോഗിക്കുന്നത് എത്ര കോടി ആൾക്കാരാണെന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും? ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് 9 മാസത്തിനുള്ളിൽ 10 കോടി ആൾക്കാരിലേക്ക് എത്തി. ഇന്ന് ലോകത്ത് ഫേസ്ബുക്ക് എത്ര ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും? ഇല്ല അല്ലേ? എന്നാൽ അതിനെ ഒരു 2 പൂജ്യം കൊണ്ട്, അതിന് പറയുക 2 പൂജ്യം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത്രയും ആൾക്കാരാണ് ലോകത്ത് ഫേസ്ബുക്ക്. ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടുള്ള ആൾക്കാരുണ്ട്, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഫേസ്ബുക്കാണ് അങ്ങനെ ഒരു വലിയൊരു കുതിച്ചുചാട്ടം നടത്തിയത്. പിന്നെയാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഈ സ്മാർട്ട് ഫോണിലെ ആൻഡ്രോയിഡ് ആപ്പും ഐപാഡ് ആപ്പൊക്കെ. ഐപാഡ് ആപ്പ് 9 മാസം കൊണ്ട് 100 കോടി ആൾക്കാരിലേക്ക്, 1 ബില്യൺ യൂസേഴ്സ്. അപ്പം എന്ന് പറഞ്ഞാൽ ഈ പേപ്പർ വായിക്കാത്ത ആൾക്കാർ സെൽഫോണിനെയും ഐപാഡിനെയും ഒക്കെ തങ്ങളുടെ ലോകത്തെപ്പറ്റി അറിയാനും വാർത്ത അറിയാനുമുള്ള ഉപാധിയാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ലോകത്ത് ഇങ്ങനെയാണ് വളർന്നു വന്നത്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലൂടെയാണ് വളർന്നു വന്നത്. എത്ര ആൾക്കാർ ആർട്ടിഫിഷ്യൽ, എനിക്കറിയാമെന്നില്ല, നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ക്ലാസ് ഉണ്ടായിരുന്നു. എത്ര ആൾക്കാർ ഇവിടെ ChatGPT ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്? കൈകൊണ്ട്. ChatGPT എപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്? ChatGPT എപ്പോഴാണ് തുടങ്ങിയെന്നറിയാമോ? ഏത് വർഷമാണ് തുടങ്ങിയെന്നറിയാമോ? കേൾക്കില്ല? ഡിസംബർ 2022. ഡിസംബർ 2022 ChatGPT ഉപയോഗിക്കുന്നത്. ChatGPT തുടങ്ങിയിട്ട് ഒരു മാസം കൊണ്ട്, ഒറ്റ മാസം കൊണ്ട്, ജസ്റ്റ് 1 മന്ത്, അത് 12 കോടി ആൾക്കാർ ഉപയോഗിക്കുന്നത്. ChatGPT 12 കോടി ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന പത്രങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ. റോബർട്ട് ജെഫ്രി എന്ന് പറയുന്ന ഒരു വലിയ മാധ്യമ പണ്ഡിതൻ, അദ്ദേഹം മാധ്യമങ്ങളും ആധുനികതയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി വലിയ രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹം പറയുന്നത്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാധ്യമ സാക്ഷരതയും മാധ്യമ സാന്ദ്രതയുമുള്ള സംസ്ഥാനം 1960-കൾ മുതൽ തന്നെ കേരളമായിരുന്നു എന്നാണ്. അതൊക്കെ ഒരു കാലം അല്ലേ? ആ കാലത്തെപ്പറ്റി നിങ്ങൾക്ക് ഇതിനെ കൂടുതലായിട്ട് അറിയില്ല. പക്ഷെ നിങ്ങളെല്ലാവരും ഇപ്പോൾ കൂടുതലായിട്ട്, ഇപ്പം ഈ കൂട്ടത്തിൽ എനിക്കൊന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ടും യുവസമിതിയുമായിട്ടൊക്കെ ബന്ധമുള്ള ആൾക്കാരായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പത്രം വായിക്കുന്നത് സംസ്കാരത്തിനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജീസസ് മേരി കോളേജിൽ പോയപ്പോൾ 50 കുട്ടികളെ ഞാൻ അവിടെ മീഡിയ ഓറിയന്റേഷൻ്റെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ 2 പേരാണ് പത്രം വായിക്കുന്നത്. ആ 2 കുട്ടികൾ പത്രം വായിക്കുന്നത് അവർ UPSC പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഹിന്ദു എന്തായാലും വായിക്കണമെന്ന് അവരുടെ UPSCയിലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഹിന്ദു വായിക്കുന്ന 2 കുട്ടികളെയാണ് ഞാനന്ന് കണ്ടത്.
അപ്പോൾ ഈ പുതിയ കാലത്തെ മാധ്യമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റേഡിയോ മുതൽ ChatGPT വരെയുള്ള പുതിയ കാലത്തുണ്ടായിട്ടുള്ള ഈ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെ ഈ കാലാകാലങ്ങളായിട്ട് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് സാങ്കേതിക വിദ്യ എത്തിച്ചെല്ലുന്ന ഈ ഒരു പ്രക്രിയയ്ക്ക് സാങ്കേതിക ശാസ്ത്ര പഠനത്തിൻ്റെ ഭാഷയിൽ ഒരു വാക്കുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഡിജിറ്റൽ ഡിസ്റപ്ഷൻ. എന്താണ്? ഇന്നലെ സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി പറയണ്ടായോ? ഡിജിറ്റൽ ഡിസ്റപ്ഷനെ പറ്റി പറയണ്ടായിട്ടില്ല. ഡിജിറ്റൽ ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാങ്കേതിക വിദ്യ കൊണ്ടുണ്ടാകുന്ന വിധ്വംസനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഈ കീഴ്മേൽ മറിക്കുന്നത് എങ്ങനെയാണ്? കീഴ്മേൽ മറിക്കുന്നതിന് പല രീതികളുണ്ട്. ഞാൻ 41 കൊല്ലമായിട്ട് മാധ്യമപ്രവർത്തകനാണ്. മാധ്യമങ്ങൾ അതിനു മുമ്പ് എത്രയോ കാലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന 2-3 വാക്കുകളുണ്ട്. 2018 മുതൽ വളരെ കൂടുതലായിട്ട് കേട്ട ഒരു വാക്കുണ്ട്. അത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയ ഒരു വാക്കാണ്. ആർക്ക് പറയാൻ പറ്റും? ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളുടെ രംഗത്തുണ്ടായിട്ടുള്ള വലിയൊരു പ്രവണത അതായിരുന്നു. ഫേക്ക് ന്യൂസ് അല്ല. ഫേക്ക് ന്യൂസ് നമ്മുടെ ഇന്ത്യയിലെ സംഭവമാണ്. ഫേക്ക് ന്യൂസ് എന്താണ്? ഫേക്ക് ന്യൂസ്. ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ കൂടി ഒരു വാർത്ത സൃഷ്ടിക്കാം. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് കൂടി ഒരു വാർത്ത സൃഷ്ടിക്കാം. ആ വാർത്ത നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി പ്രചരിപ്പിക്കാം. അത് ഈ മാധ്യമരംഗത്ത് ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ തലത്തിൽ ഇത്തരത്തിലുള്ള വ്യാപന യന്ത്രങ്ങൾ വന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കത് കൂടുതൽ എളുപ്പത്തിൽ വ്യാപിപ്പിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി ഏതാണ്ട് 32,000 സോഷ്യൽ മീഡിയയിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയ മസഡോണിയ എന്നുള്ള സ്ഥലം കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? ചരിത്ര വിദ്യാർത്ഥികൾ എത്ര പേരുടെ ഇവിടെ? ഒരാളേ ഉള്ളൂ. മസഡോണിയ എന്ന് കേൾക്കുമ്പോൾ ചരിത്ര വിദ്യാർത്ഥികൾക്ക് എന്താ തോന്നുന്നത്? അറിയില്ല. ഏത് ക്ലാസ്സിൽ? ഹിസ്റ്ററി ഏത് ക്ലാസ്സിലാ? +2. ഡിഗ്രിക്കാരുണ്ടോ? ഫസ്റ്റ് ഇയർ. രണ്ടാൾക്കും അറിയാത്ത മാസം കേട്ടോ. മസഡോണിയയിൽ നിന്നാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന കക്ഷി ഉണ്ടായത്. മസഡോണിയയിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങോട്ട് ഇന്ത്യയിലേക്കൊക്കെ വന്ന് പുറപ്പെട്ടത്. അപ്പം മസഡോണിയയിൽ ഉണ്ടായിരുന്ന ഈ ഒരു 13 വയസ്സുകാരൻ പയ്യൻ, അവൻ ഒരു ഭയങ്കരമായിട്ടുള്ള കമ്പ്യൂട്ടർ വിസാർഡായിരുന്നു. അവൻ ഇതുപോലെ ഈ ഒരുപാട് ആപ്സ് ഉണ്ടാക്കാനും ആപ്സിൽ നിന്ന് സംഗതി ക്രിയേറ്റ് ചെയ്യാനൊക്കെ പരിചയമുള്ള ആളായിരുന്നു. അവൻ 32,000 സോഷ്യൽ മീഡിയയിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അയാൾ ഹിലരി ക്ലിന്റനെതിരായിട്ട് അതിഭയങ്കരമായ ഒരു പ്രചാരണം അഴിച്ചുവിടുകയും ഈ 13 വയസ്സുകാരൻ പയ്യൻ കേവലം 5 മാസം കൊണ്ട് $3 മില്യൺ സമ്പാദിക്കുകയും ചെയ്തു. എത്ര? $30 ലക്ഷം. അപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പരിസരം ഇതാണ്. ഡിജിറ്റൽ ഡിസ്റപ്ഷൻ്റെ ഒരു മാധ്യമ പരിസരമാണ്. ഞാൻ കൂടുതലായിട്ട് തെളിയിക്കുന്നില്ല. 2 ചെറിയ കാര്യം കൂടി പറയാം, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പിൽ ഫേക്ക് ന്യൂസ് വളരെ വലിയ പങ്ക് വഹിച്ചു. ആ ഫേക്ക് ന്യൂസ് വഹിച്ച പങ്കിൽ നിന്നാണ് വേറെ ഒരു പങ്കം കൂടി ഉണ്ടായത്. വലിയ സമീപകാല ലോകത്തിൽ
സമീപകാല ഡിക്ഷണറികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദമായി മാറിയ പോസ്റ്റ് ട്രൂത്ത്, സത്യാനന്തരം എന്ന് പറയുന്ന വാക്ക് ഉണ്ടാവുന്നത് അതിൽ നിന്നാണ്. സത്യാനന്തരം എന്ന് പറഞ്ഞാൽ സത്യം എന്ന് പറയുന്നത്, നമ്മൾ മാധ്യമരംഗത്തെ സത്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത് വസ്തുനിഷ്ഠമാവണം എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുക, അല്ലേ? എന്താണ് വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞാൽ? ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയുന്ന സാധനമാണ് വസ്തുനിഷ്ഠത. വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ആത്മനിഷ്ഠമായിട്ട് നമുക്കിഷ്ടമുള്ളൊരു കാര്യം പറയുകയല്ല, മറിച്ച് നമ്മൾ ഒരു സ്ഥാപനം നിൽക്കുന്ന സമയത്ത് അതിനെ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ അതിനെ എല്ലാ തരത്തിലും വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ കൃത്യമായ വസ്തുതാപരമായ ഒരു കാര്യം പറയുന്നതാണ് വസ്തുനിഷ്ഠത എന്ന് പറയുന്നത്. സത്യാനന്തര കാലത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല, എല്ലാം ആത്മനിഷ്ഠമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫേക്ക് ന്യൂസ്, അതായത് വാർത്ത ഉൽപ്പാദിപ്പിക്കാം. ഈ ഫേക്ക് ന്യൂസിൻ്റെ ഒരു പ്രാരംഭത്തിൽ ഉണ്ടായിരുന്നൊരു വാക്ക്, ഫേക്ക് ന്യൂസ് എന്നുള്ള വാക്ക് 2018 വളരെ പ്രചാരം ആർജിക്കുന്നത്. പക്ഷേ അതിനു മുമ്പേ ഈ ഫേക്ക് ന്യൂസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു വാക്കാണ് വിക്കിയാലിറ്റി. വിക്കിപീഡിയ ഉപയോഗിക്കുന്നില്ലല്ലോ, അല്ലേ? വിക്കിപീഡിയ എന്താണ്? വിക്കിപീഡിയയിൽ എങ്ങനെയാണ് പിന്നെ നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത്? വിക്കിപീഡിയയിൽ വിവരം കിട്ടുന്നത് നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണം കോൺട്രിബ്യൂട്ട് ചെയ്യാം, അല്ലേ? അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് വരുന്നല്ല, പക്ഷെ അതിനൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാവും. ആ ആൾക്കാരെല്ലാവരും കൂടെ ആലോചിച്ച് അവസാനം ഇന്നതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അത് വിക്കിപീഡിയയിലേക്ക് ഇടുകയാണ്. അപ്പോൾ വിക്കിപീഡിയയ്ക്ക് ചില തമാശയുണ്ട്. വിക്കിപീഡിയയിൽ വരുന്ന വാർത്ത നമ്മുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയേക്കാളും ഭേദമാണ്. പക്ഷേ വിക്കിപീഡിയയുടെ തുടർച്ചയാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി. പക്ഷെ വിക്കിപീഡിയയിൽ വന്നിട്ടുള്ള ഒരു വലിയ പ്രമാദമായ ഒരു അബദ്ധം ഉണ്ടായി. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വിക്കിയാലിറ്റി എന്ന പദമുണ്ടാകുന്നത്. പ്രമാദമായ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ടാക്കിയതാണ്. മഹാരാഷ്ട്രയിലെ വലിയ നേതാവായിരുന്നു, വലിയ രാജാവായിരുന്നു ശിവജി, അല്ലേ? പോർച്ചുഗീസുകാർ ആ സമയത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും കടന്നാക്രമണം നടന്നു. വിക്കിപീഡിയയിൽ ഒരു എൻട്രി, വളരെ വിശദമായിട്ടുള്ള ഒരു ഗഹനമായിട്ടുള്ള പഠനം എന്ന മട്ടിൽ ഒരു എൻട്രി വന്നു. അതായത് 3 പ്രാവശ്യം പോർച്ചുഗീസ് പട്ടാളത്തെ ശിവജിയുടെ പട്ടാളം എവിടെയൊക്കെ കടന്നാക്രമിച്ച് തോൽപ്പിച്ചു, പോർച്ചുഗീസുകാരുടെ കേന്ദ്രങ്ങളിൽ മാസങ്ങളോളം ഭരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിക്കിപീഡിയ എൻട്രി അത് വന്നു. ആ എൻട്രി 4 വർഷം വിക്കിപീഡിയയിൽ നിന്നു. ആ എൻട്രിയുടെ അടിസ്ഥാനത്തിൽ പല സർവകലാശാലകളിലെയും വിദ്യാർത്ഥികൾ PhD പ്രബന്ധം എഴുതി അവർക്ക് ഡോക്ടറേറ്റ് കിട്ടി. പിന്നെയാണ് മനസ്സിലാവുന്നത് അതൊരു 5 ആൾക്കാർ കൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു കുട്ടികളായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് വിക്കിയാലിറ്റി, റിയാലിറ്റി അല്ല. എന്താണ് വിക്കിയാലിറ്റി? നിങ്ങൾക്ക് വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് ഇല്ലാത്തൊരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് കയറ്റിവിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഡിജിറ്റൽ ഏലിയൻസിൽ നിന്ന് ഡിജിറ്റൽ നേറ്റീവ്സിലേക്കുള്ള കാലത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ സാങ്കേതിക വിദ്യയുടെ തലത്തിൽ കൂടുതലായി മാധ്യമങ്ങൾക്ക് പ്രചാരണം കിട്ടുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കുന്ന സമയത്ത് നമ്മൾ വസ്തുനിഷ്ഠമായ മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടി വാദിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്ന് ആത്മനിഷ്ഠമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു കാലത്തിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ ഓരോ മാധ്യമത്തിൻ്റെയും പ്രചാരണം കൂടുതലായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ മാധ്യമങ്ങളുടെ പ്രചാരണത്തിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടാവും. ആ തട്ടിപ്പുകൾക്ക് വിധേയരായിട്ട് നമ്മൾ നമ്മളുടെ ആശയങ്ങളെ, നമ്മുടെ ധാരണകളെ ഒക്കെ രൂപപ്പെടുത്തുന്നു. 2018 ഫേക്ക് ന്യൂസ് വഴി ഉണ്ടായിട്ടുള്ള വിജയമാണ് ലോകത്ത് വലിയ പ്രമാദമായ ഫേക്ക് ന്യൂസ്
പരീക്ഷണമായിട്ട് കണക്കാക്കപ്പെടുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്ക് ഇന്ത്യയിൽ 2014-ലും 2019-ലും നമ്മൾ സമാനമായ പരീക്ഷണങ്ങൾ കണ്ട ആൾക്കാരാണ്. 2014-ൽ പ്രധാനമന്ത്രിയായ മനുഷ്യൻ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അവിടുത്തെ ദഹോദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ ഫാക്ടറി പ്രവർത്തിക്കുന്നത് നേരിട്ട് കണ്ട ആളാണ്. അവിടെ 3 ഷിഫ്റ്റിൽ ഏതാണ്ട് 2100 പേർ, ഓരോ ഷിഫ്റ്റിലും 700 പേർ ഈ സോഷ്യൽ മീഡിയ ഫാക്ടറിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡിജിറ്റൽ ഡിസ്റപ്ഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും പുതിയ പ്രവണതയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഫേക്ക് ന്യൂസിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു സാധനം എന്താണ്? കഴിഞ്ഞ ദിവസം അഭിഷേക് ബച്ചൻ ഞാനും ഐശ്വര്യ റായും വിവാഹമോചിതരായി എന്ന് പറയുന്ന ഒരു വീഡിയോ പുറത്തുണ്ട്. നിങ്ങളാരെ കണ്ടതെന്ന് കണ്ടിട്ടില്ല? എന്തപ്പം ഇത് നിങ്ങൾ പറയുന്നത് നിങ്ങളെല്ലാവരും ഈ 15-നും 25-നും ഇടയിലുള്ള ആൾക്കാരാണെന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഈ അഭിഷേക് ബച്ചൻ ഐശ്വര്യ റായുടെ കാര്യം ശ്രദ്ധിക്കാറില്ലേ? അങ്ങനെ ഒരു പ്രചാരണം കേൾക്കുന്നുണ്ടോ? അഭിഷേക് ബച്ചൻ ഐശ്വര്യ റായി വിവാഹമോചനം നടക്കാൻ പോകുന്നു. അത് നിങ്ങൾ കേട്ടല്ലോ, ഇവർ കേട്ടെന്ന് പറയാറുണ്ട്. അപ്പോ പക്ഷേ ഇത് അഭിഷേക് ബച്ചൻ പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നു. പക്ഷെ അത് അഭിഷേക് ബച്ചൻ യഥാർത്ഥത്തിൽ പറഞ്ഞതല്ല. അത് സാങ്കേതിക വിദ്യ കൊണ്ട് ഉണ്ടാക്കുന്ന ഫേക്ക് ന്യൂസിന്റെ അപ്പുറത്തുള്ള സാധനം. എന്താണ് എൻ്റെ പേര്? ആർക്കും പറയാൻ പറ്റും. എ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ അതിന് പേരുണ്ട്, ഡീപ് ഫേക്ക്. അതാണ്. ആരാണത് പറഞ്ഞത്? അയാൾക്ക് കൈയിട്ട് കൊടുക്കും. അപ്പോൾ ഡീപ് ഫേക്ക് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എന്നെല്ലാം കൂടെ ഒരു കാര്യം കൂടെ പറയാം. റോബോട്ടുകൾ വാർത്ത ഉണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ റോബോട്ടില്ലേ? ഇത് തുടങ്ങിയത് 2014-ൽ ബറാക് ഒബാമ ന്യൂയോർക്കിൽ ഒരു മെട്രോ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. ആ വാർത്ത കേവലം 4 മിനിറ്റ് കൊണ്ട് ന്യൂയോർക്ക് ടൈംസിൻ്റെ വെബ്സൈറ്റിൽ ഈ ഉദ്ഘാടനം കഴിഞ്ഞ് വെറും 4 മിനിറ്റ് കൊണ്ട് ആ വാർത്തയുടെ ചിത്രങ്ങളും വീഡിയോയും സഹിതം ന്യൂയോർക്ക് ടൈംസ് ഒരു റോബോട്ടാണ്, കംപ്ലീറ്റ് ആയിട്ട് റോബോട്ട് ഉണ്ടാക്കിയ വാർത്തയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ സാങ്കേതിക വിദ്യയെ പറ്റിയും സാങ്കേതിക വിദ്യയുടെ പ്രചാരണത്തെ പറ്റിയും അത് നമ്മുടെ സാങ്കേതിക പരിസരങ്ങൾ ഉണ്ടാക്കുന്ന ഡിസ്റപ്ഷനെ പറ്റി, വിധ്വംസനത്തെ പറ്റിയുമാണ് സംസാരിച്ചത്. രാഷ്ട്രീയ തലത്തിൽ അത് ഉണ്ടാക്കുന്ന മാറ്റത്തെ പറ്റി 2 ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് 2018-ലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, പിന്നെ 2014-ലെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ്, 2014-ൽ 19 ദഹോദിലെ സോഷ്യൽ മീഡിയ ഫാക്ടറിയെ പറ്റി ഞാൻ പറഞ്ഞു. എനിക്കറിയാം നിങ്ങൾ മാധ്യമങ്ങളും യുവജനങ്ങളും എന്ന് പറയുമ്പോൾ എനിക്ക് സംസാരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് വേറെ. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് തീരുമാനിച്ചാണ്. ബാക്കി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോത്തരത്തിലൂടെ സംസാരിക്കാം. തൽക്കാലത്തേക്ക് ഇത് പോരെ? അപ്പോൾ തൽക്കാലം നിർത്താം. ഇനി നിങ്ങൾക്ക് എന്ത് വേണം ചോദിക്കാൻ ഞാൻ അവിടെ പറയാം. ഓക്കെ, നോ ഹോൾസ് ബാർഡ്, എന്തും ചോദിക്കാം. ഓക്കെ, ശരിയാണ്.